സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകൈ കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗോവിന്ദ ഗോവിന്ദ ഹരേ മുരാരേ. ഗോവിന്ദ ഗോവിന്ദ മുകുന്ദ കൃഷ്ണ. ഗോവിന്ദ ഗോവിന്ദ രഥാംഗപാണേ. ഗോവിന്ദ ഗോവിന്ദ നമോ നമസ്തേ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമസ്തേ നമസ്തേ പ്രിയ ഹരേ കൃഷ്ണ കുടുംബത്തിലെ സജ്ജനങ്ങളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. നാം ഇപ്പോൾ ശ്രീദേവി നാരായണീയം ആ കൃതിയിലെ അല്ലെങ്കിൽ ആ ഗ്രന്ഥത്തിലെ 9ാമത്തെ ദശകമാണ് ഇപ്പോൾ അനുസ്മരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനു മുൻപ് 1 മുതൽ 8 വരെയുള്ള ദശകങ്ങളും നാം അനുസ്മരിച്ചു കഴിഞ്ഞു. വളരെ നല്ലൊരു ക്ലാസ് എല്ലാവർക്കും ഞാൻ തന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ജഗദംബയുടെ ആ സ്തോത്രം, ആ ദശകങ്ങൾ വളരെ നന്നായിട്ട് പാരായണം ചെയ്യുന്നുണ്ട്. എല്ലാവരുടെയും ഞാൻ കേൾക്കാറുണ്ട്. ചിലർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും വളരെ നല്ല ഭക്തിയോട് കൂടിയിട്ട്, നല്ല ഉച്ചാരണ സ്ഫുടതയോടെ, ശ്രദ്ധയോടുകൂടി അതിമനോഹരമായിട്ട് ശ്ലോകങ്ങൾ പാരായണം ചെയ്യുന്നുണ്ട്. ഇന്നത്തെ പഠന ക്ലാസ് ദശകം 9 ഭുവനേശ്വരി ദർശനം ആണ്. ശ്രീമദ് ദേവി ഭാഗവതം എന്ന ഗ്രന്ഥത്തെ ആസ്പദമാക്കി ദേവിയുമായി സംവദിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ രചിച്ചിട്ടുള്ളതാണ് ഈ സ്തോത്രകാവ്യം. ഭുവനേശ്വരിയെ ത്രിമൂർത്തികൾ കാണുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു രംഗം, അതാണ് 9ാമത്തെ ശ്ലോകത്തിൽ ഭാഗവതോത്തമനായ ജഗദംബയുടെ ഇഷ്ടഭക്തനായ ശ്രീ പാലേലി നാരായണൻ നമ്പൂതിരി ഇവിടെ വിസ്തരിച്ച് കാണിക്കുന്നത്. നമുക്കേവർക്കും
ഈ സ്തോത്രകാവ്യം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പഠിപ്പിച്ചു തരാനും നിങ്ങൾക്കത് പഠിക്കുവാനുമുള്ള ഭാഗ്യം ഭഗവാന്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രം ലഭിച്ചിട്ടുള്ളതാണ്. എല്ലാവർക്കും ശ്രീദേവി നാരായണീയം ഇപ്പോൾ കുറച്ചൊക്കെ മനസ്സിലായി തുടങ്ങിയെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ഇന്നത്തെ പഠന ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും ഇന്നത്തെ പഠന ക്ലാസ്സിലേക്ക് ആ ജഗദംബയുടെ അനുഗ്രഹത്തോടുകൂടി ഞാൻ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നാം പഠിക്കുന്ന ദശകം 9 ശ്ലോകങ്ങൾ 1, 2, 3, 4, 5 5 ശ്ലോകങ്ങളാണ് നാം അനുസ്മരിക്കുവാൻ പോകുന്നത്. ആദ്യം ശ്ലോകങ്ങളുടെ പാരായണത്തിന് ശേഷം ശ്ലോകങ്ങളുടെ പദങ്ങളുടെ അന്വയാർത്ഥം, പദച്ഛേദം, അന്വയാർത്ഥം, വ്യാഖ്യാനം എന്നിവയെല്ലാം ശ്രവിക്കാം. ആദ്യം ശ്ലോകങ്ങളുടെ പാരായണം. ശ്ലോകം 1 പാരായണം. ഏകാർണവേസ്മിൻ ജഗതി പ്രലീനേ ദൈത്യോ ഹരിർ ബ്രഹ്മവധോദ്യതൗ തൗ ജഘാനദേവി ത്വദനുഗ്രഹേണ ത്വദിച്ഛയൈവാഗമദത്ര രുദ്രഃ. ശ്ലോകം 2. ഏകോ വിമാനസ്തരസാഗതഃ ഖാദഃ ത്രിമൂർത്യവിജ്ഞാതഗതിസ്ത്വദീയഃ ത്വത്പ്രേരിതാ ആരുരുഹുസ്തമേതേ സചോത്പദൻ വ്യോംനി ചചാര ശീഘ്രം. ശ്ലോകം 3. വൈമാനികാശ്ചോദ്ഗതയഃ സശക്രം ദിവം സപദ്മോദ്ഭവ സത്യലോകം സരുദ്രകൈലാസമമീസ വിഷ്ണു വൈകുണ്ഠമപ്യുത്പുളക അപശ്യൻ. ശ്ലോകം 4. അദൃഷ്ടപൂർവാനിതരാം സ്ത്രീമൂർത്തീൻ സ്ഥാനാനി തേഷാമപി ദൃഷ്ടവന്തഃ ത്രിമൂർത്തയസ്തേജ വിമോഹമാപുഃ പ്രാപ്തോ വിമാനശ്ച സുധാസമുദ്രം. ശ്ലോകം 5. ത്വദ്ഭ്രൂലതാലോലതരംഗമാലം ത്വദീയമന്ദസ്മിതചാരുഭേനം ത്വന്മഞ്ജുമഞ്ജീരമൃദുസ്വനാഢ്യം ത്വത്പാദയുഗ്മോപമസൗഖ്യദം ച. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഇനി നമുക്ക് ശ്ലോകങ്ങളുടെ പദങ്ങളുടെ പദച്ഛേദം നോക്കാം. പദച്ഛേദം, ഒന്നാമത്തെ ശ്ലോകത്തിന്റെ പദച്ഛേദം. ഏകാർണവേ അസ്മിൻ പ്രലീനേ ദൈത്യൗ ഹരിഹി ബ്രഹ്മവധോദ്യതൗ തൗ ജഘാന ദേവി ത്വദനുഗ്രഹേണ ത്വദിച്ഛയാ ഏവ ആഗമത് അത്ര രുദ്രഃ. ഇനി അന്വയാർത്ഥം എന്താണെന്ന് നോക്കാം. ഇവിടെ ജഘാനദേവി, ഹേ ദേവി, അസ്മിൻ ജഗതി, അല്ലയോ ദേവി, ജഗതി, ഈ ജഗത്ത്, ഏകാർണവേ പ്രലീനെ, ഏക സമുദ്രത്തിൽ, അതായത് ഒരേ ഒരു സമുദ്രത്തിൽ ലയിച്ചിരിക്കെ ബ്രഹ്മവധോദ്യതാവ്, ബ്രഹ്മാവിനെ കൊല്ലാനൊരുങ്ങിയ അല്ലെങ്കിൽ ബ്രഹ്മാവിനെ നിഗ്രഹിക്കാൻ ഒരുങ്ങിയ തൗ ദൈത്യം, തൗ അതായത് ദൈത്യം, തൗ ദൈത്യം, ആ 2 അസുരന്മാര്, തദനുഗ്രഹേണ അവിടുത്തെ അനുഗ്രഹത്താൽ,
ഹരിഹി ജഖാന, വിഷ്ണുവിന് ഹനിക്കാൻ സാധിച്ചു. അത്ര രുദ്രഹ, ഈ നേരത്ത് അല്ലെങ്കിൽ ഈ സമയത്ത് ഇവിടേക്ക് ആ ഏകസമുദ്രത്തിൽ അവിടേക്ക് രുദ്രൻ തുതിച്ഛയാ ഏവ, അവിടുത്തെ ഇച്ഛയാൽ തന്നെ ആഗമത്, രുദ്രൻ അവിടെ എത്തിച്ചേർന്നു. ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം നോക്കാം. ഒന്നാമത്തെ ശ്ലോകത്തിലെ ജഘാനദേവി, ഈ ജഗത്ത് മുഴുവൻ ഏകാർണവേ പ്രലീനെ, ഏകസമുദ്രത്തിൽ ഒരേ ഒരു സമുദ്രത്തിൽ ലയിച്ചിരിക്കെ, ലീനെ അതാണ് പ്രലീനെ, ലയിച്ചിരിക്കെ ബ്രഹ്മാവിനെ നിഗ്രഹിക്കാനായിക്കൊണ്ട് മധുകൈടഭന്മാർ എന്ന 2 അസുരന്മാർ ആക്രമിക്കാൻ വന്നു. അതാണ് തൗ ദൈത്യം, ആ 2 അസുരന്മാര് മധുകൈടഭന്മാര്. ദശകം 3-ലും 4-ലും, ദശകം 3-ലും ദശകം 4-ലും ആയിട്ട് ഈ കഥ വിസ്തരിച്ചിട്ടുണ്ട്. അങ്ങനെ ആ 2 അസുരന്മാര് ബ്രഹ്മാവിനെ ആക്രമിക്കാൻ വന്നു. അങ്ങനെ ആ അസുരന്മാരെ നേരിടാനും അവസാനം നിഗ്രഹിക്കാനും സാധിച്ചു വിഷ്ണുവിന്. എന്തുകൊണ്ടെന്നാൽ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അത് മഹാവിഷ്ണുവിന് സാധിച്ചത്. ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം നടക്കുകയുള്ളൂ. ആ ഭഗവതിയുടെ ഇച്ഛ കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ സാധിച്ചത്. അങ്ങനെ മഹാവിഷ്ണു അങ്ങനെ ആ അസുരന്മാരിൽ നിന്നും ബ്രഹ്മാവിനെ രക്ഷിച്ചു. അപ്പോൾ അവിടേക്ക് ഉടനെ തന്നെ ത്വദിച്ഛയാവാഗമതത്ര രുദ്രഃ, അവിടേക്ക് സാക്ഷാൽ രുദ്രനും എത്തിച്ചേർന്നു. അതും എന്താ? അതും ദേവിയുടെ ഇച്ഛ തന്നെ. ദേവിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണല്ലോ എല്ലാം നടക്കുന്നത്. അപ്പോൾ ഇവിടെ രുദ്രൻ എത്തിച്ചേർന്നതും ദേവിയുടെ ഇച്ഛ കൊണ്ട് തന്നെയാണ്, ദേവിയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് എന്ന് ഒന്നാമത്തെ ശ്ലോകത്തില് വ്യാഖ്യാനിച്ചിരിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്ലോകം 2, പദച്ഛേദം, അന്വയാർത്ഥം, വ്യാഖ്യാനം. പദച്ഛേദം. ഏകഃ വിമാനഃ തരസാ ആഗതഃ ഘാത് ത്രിമൂർത്യവിജ്ഞാതഗതിഃ ത്വദീയഃ ത്വത്പ്രേരിതാഃ ആരുരുഹുഃ തം ഏതേ സഹ ച ഉത്പതൻ വ്യോമ്നി ചചാര ശീഘ്രം. ഈ പദങ്ങളുടെയൊക്കെ അന്വയം നോക്കാം. ത്രിമൂർത്യവിജ്ഞാതഗതിഃ, ത്രിമൂർത്തികൾക്ക് പോലും ഗതി അറിയാൻ കഴിയാത്തതും, അവിജ്ഞാതഗതി, ഗതി അറിയാൻ കഴിയാത്തത്. ത്വദീയ, അവിടുത്തെ സ്വന്തവുമായ, ദേവിയുടെ തന്നെ സ്വന്തമായ, ഏകഃ വിമാനഃ, ഒരു വിമാനം, തരസാഘാത് ആഗതഃ, തരസ പെട്ടെന്ന്, ഘാത് എന്ന് വെച്ചാൽ ആകാശം, ആഗതഃ അവിടെ വന്നെത്തി. ഏതേതത് പ്രേരിതാഃ, ഇവർ അവിടുത്തെ പ്രേരണയാൽ, ഇവർ എന്ന് പറയുന്നത് ത്രിമൂർത്തികൾ, ആ ത്രിമൂർത്തികൾ ആ ഭഗവതിയുടെ പ്രേരണയാൽ തം ആരുരുഹു, അവിടെ വിസർഗമുണ്ട്, ആരുരുഹു എന്നും പറയാം. ശ്ലോകം ചൊല്ലുമ്പോഴും ഇവിടെ ശ്ലോകത്തിലുണ്ട് ത്വത് പ്രേരിത ആരുരുഹുസ്തമേതേ. അസ് എന്നുള്ളത് വിസർഗമായിട്ട് പദം ഛേദിക്കുമ്പോൾ വരും തം ഏതേ എന്നാണ് വരിക പിന്നെ. അപ്പോൾ ഇവിടെ ഏതേ തത് പ്രേരിതാഹ, ആ ത്രിമൂർത്തികളെ അവിടുത്തെ പ്രേരണയാൽ തം ആരുരുഹു, അതിൽ കയറി ഇരുന്നു. ദേവി ആജ്ഞാപിച്ചു, ആ ത്രിമൂർത്തികളെ ആ വിമാനത്തിൽ കയറിയിരുന്നു. സഹ ച വ്യോമിനി, ആ വിമാനമാകട്ടെ ആകാശത്തിലേക്ക് ഉത്പതൻ ഉയർന്നു. ശീഘ്രം ചചാര, അതിവേഗത്തിൽ സഞ്ചരിക്കുവാനും തുടങ്ങി.
ഈ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് പ്രവേശിക്കാം. മുൻപിലത്തെ ശ്ലോകത്തിൽ പറഞ്ഞല്ലോ, മധുകൈടവന്മാരെ വിഷ്ണു നിഗ്രഹിച്ച് ബ്രഹ്മാവിനെ ആ അസുരന്മാരിൽ നിന്ന് രക്ഷിക്കുകയും അധികം താമസിയാതെ രുദ്രൻ അവിടെ എത്തുകയും ചെയ്തു എന്ന് അല്ലെ. അതിന് തൊട്ടടുത്ത് ആരാ നിൽക്കണത്? ബ്രഹ്മാവ് നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ത്രിമൂർത്തി അവിജ്ഞാത ഗതി, ത്രിമൂർത്തികൾക്ക് പോലും അതിൻ്റെ ഗതി അറിയാൻ കഴിയാത്തതായ ത്വദീയ, അവിടുത്തെ സ്വന്തമായിരിക്കുന്ന ഏകഹ വിമാനഹ, ഒരു വിമാനം ആകാശത്തിൽ നിന്നും വന്നെത്തി. എന്നിട്ടോ പറയുകയാണ്, അവിടുത്തെ പ്രേരണയാൽ ഇവർ 3 പേരും, ഈ ത്രിമൂർത്തികള് 3 പേരും ആ വിമാനത്തിൽ കയറി ഇരുന്നു. അതായത് വിഷ്ണുവിനെ അനുഗ്രഹിച്ച ദേവി ആ മഹാകാളി ഇപ്രകാരം ആ ത്രിമൂർത്തികളോട് അരുളി ചെയ്യുകയാണ്, ഹേ ത്രിമൂർത്തികളെ, നിങ്ങൾ ഈ വിമാനത്തിൽ കയറുവിൻ. അങ്ങനെ ആ ആജ്ഞപ്രകാരം ബ്രഹ്മാവിഷ്ണു രുദ്രന്മാര് ആ വിമാനത്തിൽ കയറി ഇരുന്നു. ആ വിമാനം ആകാശത്തിലേക്ക് ഉത്പതൻ, ആകാശത്തിലേക്ക് ഉയർന്നു പൊങ്ങി. ശീഘ്രം ചചാര, എന്നിട്ടോ ഉയർന്നു പൊങ്ങിയെന്ന് മാത്രമല്ല, അത് അതിവേഗത്തിൽ പറന്ന് സഞ്ചരിച്ചും തുടങ്ങി. ആ വിമാനം ദേവിയുടേതാണല്ലോ. ത്രിമൂർത്തികൾക്ക് ആ വിമാനം എവിടെ നിന്നാണ് വന്നത്, അതെവിടേക്കാണ് പോകുന്നത്, ഇതൊന്നും അവർക്കറിയില്ല. അവർക്കറിഞ്ഞുകൂടാ ഇതൊന്നും. ഇത് എങ്ങോട്ട് പോണു ഒരു നിശ്ചയമില്ല. ഭഗവതി ആജ്ഞാപിച്ചു, ത്രിമൂർത്തികൾ അതനുസരിച്ചു. ഭഗവതി ആജ്ഞാപിച്ചു ആ വിമാനത്തിൽ കയറിയിരുന്നോളാൻ. ആ ത്രിമൂർത്തികൾ ആ വിമാനത്തിൽ കയറിയിരിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, വിമാനം ഉയർന്ന് അതിവേഗത്തിൽ സഞ്ചരിക്കുവാനും തുടങ്ങി എന്നാണ് 2ാമത്തെ ശ്ലോകത്തിൽ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീ ഹരയേ നമ. ശ്രീ ഗുരുഭ്യോ നമ. 3ാമത്തെ ശ്ലോകത്തിൻ്റെ പദച്ഛേദം നോക്കാം. വൈമാനികാഃ ച ഉദ്ഗതയഃ സശക്രം ദിവം സപത്മോദ്ഭവസത്യലോകം സരുദ്രകൈലാസം അമീ സവിഷ്ണുവൈകുണ്ഠം അപി ഉത്പുളകാഃ അപശ്യൻ. ഈ ശ്ലോകത്തിൻ്റെ അന്വയാർത്ഥം നോക്കാം. വൈമാനികാഃ, വിമാനത്തിലേറി, ഉദ്ഗതയഃ അമീച, ഉദ്ഗതയഃ മേലോട്ട് സഞ്ചരിക്കുന്ന ആ ത്രിമൂർത്തികളാകട്ടെ, സശക്രം ദിവം, ശക്രൻ ഇന്ദ്രൻ, ഇന്ദ്രസമേതമായ സ്വർഗത്തെയും പത്മോദ്ഭവ സത്യലോകം, പത്മോദ്ഭവനാരാണ്? ബ്രഹ്മാവ്. ആ ബ്രഹ്മാവിനോടുകൂടിയ സത്യലോകത്തെയും സരുദ്രകൈലാസം, രുദ്രനോടുകൂടിയ കൈലാസത്തെയും വിഷ്ണു വൈകുണ്ഠം അപി, വിഷ്ണുവിനോടുകൂടിയ വൈകുണ്ഠം, അവിടേക്ക് വൈകുണ്ഠത്തെയും ഉത്പുളകാഹ, പുളകിതഗാത്രരായി അപശ്യൻ, നോക്കിക്കണ്ടു. ഈ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം നോക്കാം. ത്രിമൂർത്തികൾ വിമാനത്തിലേറി ദേവിയുടെ ആജ്ഞപ്രകാരം ആ വിമാനം മേലോട്ട് സഞ്ചരിച്ചു. അവർ സ്വർഗലോകം കണ്ടു. അതായത് ഉത്പുളക അപശ്യൻ, പുളകിത ഗാത്രരായി അവർ നോക്കിക്കണ്ടു. എന്തൊക്കെയാ അവർ കണ്ടത്? വൈമാനികാഹ ഉദ്ഗതയഃ അമി, മേൽപോട്ട് സഞ്ചരിക്കുന്ന ആ വിമാനത്തിൽ ഇരുന്നു കൊണ്ട് അവർ ആദ്യം കണ്ടത് സശക്രം ദിവം, ഇന്ദ്രസമേതമായ സ്വർഗലോകം. സശക്രം, ശക്രൻ എന്ന് വെച്ചാൽ ഇന്ദ്രൻ. ആ ഇന്ദ്രസമേതമായ സ്വർഗലോകമാണ് അവരാദ്യം കണ്ടത്. കുറച്ചുകൂടി ആ വിമാനം മേലോട്ട് സഞ്ചരിച്ചപ്പോഴോ പത്മോദ്ഭവ സത്യലോകം, ബ്രഹ്മാവിനോടുകൂടിയ സത്യലോകം. പിന്നെ കുറച്ചുകൂടെ വിമാനം മുകളിലേക്ക് സഞ്ചരിച്ചപ്പോൾ രുദ്ര കൈലാസം, രുദ്രനോടുകൂടിയ കൈലാസം. പിന്നെ വിഷ്ണു വൈകുണ്ഠം അപി, വിഷ്ണുവിനോടുകൂടിയ വൈകുണ്ഠം. ഇവര് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരാണ്. ഈ വിമാനത്തിൽ ഇരിക്കുന്നതും ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ തന്നെയല്ലേ. അതായത് ഇവർക്ക്
തങ്ങളിൽ നിന്ന് അന്യന്മാരായ ബ്രഹ്മാവിഷ്ണു രുദ്രന്മാർ എത്രയാണെന്നോ തങ്ങളുടേതിൽ നിന്ന് അന്യങ്ങളായ സത്യലോക കൈലാസ വൈകുണ്ഠങ്ങൾ എത്രയാണെന്നോ ഒന്നും ഈ വിമാനത്തിലിരിക്കുന്ന ത്രിമൂർത്തികൾക്ക് അറിയില്ല. വിമാനത്തിലിരിക്കുന്നവരാരാ? ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ തന്നെയാണ്. അതേസമയം തങ്ങളിൽ നിന്ന് വേറെ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെ ഇവർ കാണുകയാണ്. ത്രിമൂർത്തി സഞ്ചയത്തെയാണ് അവർ കാണുന്നത്. കൈലാസത്തിൽ എങ്ങനെയാ കണ്ടത്? 5 മുഖമുള്ള സാക്ഷാൽ മഹാദേവൻ. സത്യലോകത്തിലോ 4 മുഖമുള്ള ബ്രഹ്മാവ്. പിന്നെയും വിമാനമുയർന്നപ്പോൾ കണ്ടത് വൈകുണ്ഠത്തില് ലക്ഷ്മി സമേതനായ മഹാവിഷ്ണു. ത്രിമൂർത്തികള് തങ്ങളിൽ നിന്ന് അന്യമായ സത്യലോകവും കൈലാസവും വൈകുണ്ഠവും ഒക്കെ കണ്ടു. ത്രിമൂർത്തികൾക്ക് മനസ്സിലായി എന്ന് മാത്രമല്ല, അവർക്ക് അത്ഭുതം തോന്നി, ആശ്ചര്യം തോന്നി, അവർക്ക് ഉൾപ്പുളകമുണ്ടായി എന്നാണ് പറയുന്നത്. അതായത് വിമാനത്തിൽ കയറി മുകളിലേക്ക് സഞ്ചരിച്ച് ത്രിമൂർത്തികൾ ആദ്യം സ്വർഗലോകം കണ്ടു. അവിടെ ഇന്ദ്രൻ, ദേവന്മാര്, സിദ്ധചാരണാദികള്, അപ്സരസ്സുകള് ഇവരെയൊക്കെ കണ്ടു. വീണ്ടും വിമാനം ഉയർന്നപ്പോൾ എന്താ കണ്ടത്? ഒരു സത്യലോകമാണ് കണ്ടത്. അവിടെയോ വേദാതിസമേതനായ ഒരു ബ്രഹ്മാവ് സ്ഥിതി ചെയ്യുന്നു. ആ ബ്രഹ്മാവിനെ വിമാനത്തിലുള്ള ബ്രഹ്മാവ് കാണുകയും ചെയ്തു. വീണ്ടും വിമാനം ഉയർന്നു. അപ്പോൾ അതാ കൈലാസത്തെയും 5 മുഖമുള്ള ശിവനെയും ഭൂതഗണങ്ങളെയും ഒക്കെ അവർ അവിടെ കണ്ടു. ആ കൈലാസത്തില് വീണ്ടും വിമാനം ഉയർന്നു. അപ്പോഴോ വൈകുണ്ഠത്തെയും അവിടെ ലക്ഷ്മീ സമേതനായ മഹാവിഷ്ണുവിനെയും കണ്ടു. അവർ ആശ്ചര്യപ്പെട്ടു. ത്രിമൂർത്തികളായിട്ട് തങ്ങൾ മാത്രം ആണ് എന്നായിരുന്നു അവരുടെ വിശ്വാസം. എന്നാൽ വിമാനത്തിലിരിക്കുന്ന ത്രിമൂർത്തികൾക്ക് മനസ്സിലായി തങ്ങളിൽ നിന്ന് അന്യരായ ത്രിമൂർത്തികളും അന്യമായ സത്യലോകം, കൈലാസം, വൈകുണ്ഠം ഇവയൊക്കെ ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. എന്നാൽ ഇതൊക്കെ കണ്ടപ്പോൾ അവർക്ക് പക്ഷേ ഭയമൊന്നും ഉണ്ടായില്ല. നേരെ മറിച്ച് ആശ്ചര്യമാണ് അവർക്കുണ്ടായത്. ആശ്ചര്യം ഉളവാകുകയാണ് അവർക്ക് ചെയ്തത്. അങ്ങനെ അവർ പുതിയ അനുഭവത്താൽ പുളകം കൊണ്ടു എന്നാണ് ഈ 3-ാമത്തെ ശ്ലോകത്തിലൂടെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീ ഹരയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശ്ലോകം 4 പദച്ഛേദം. അദൃഷ്ടപൂർവാൻ ഇതരാൻ ത്രിമൂർത്തീൻ സ്ഥാനാനി തേഷാമപി ദൃഷ്ടവന്തഃ ത്രിമൂർത്തയഃ തേ ച വിമോഹമാപുഃ പ്രാപ്തഃ വിമാനഃ ച സുധാസമുദ്രം. അന്വയാർത്ഥം നോക്കാം. തേ ത്രിമൂർത്തയഃ ച, ആ ത്രിമൂർത്തികള് അദൃഷ്ടപൂർവാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഇതരാൻ ത്രിമൂർത്തീൻ വേറെ ത്രിമൂർത്തികളെയും തേഷാം സ്ഥാനാനി അപി വേറെ ത്രിമൂർത്തികളെയും അവരുടെ സ്ഥാനങ്ങളെയും ദൃഷ്ടവന്തഃ കണ്ട് വിമോഹമാപുഹു അന്തം വിട്ടുപോയി, അവർ ആശ്ചര്യപ്പെട്ടുപോയി. വിമാനഃ ച വിമാനമാകട്ടെ സുധാസമുദ്രം പ്രാപ്തഃ സുധാസമുദ്രത്തെ പ്രാപിക്കുകയും ചെയ്തു. ഈ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം നോക്കാം. അവർ ഇതുവരെ കണ്ടിട്ടില്ല. ആരെ? ഈ 3 പേരെ അവർ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. വിമാനത്തിലിരിക്കുന്ന ഈ ത്രിമൂർത്തികള് അവർ അവിടെ കണ്ടിട്ടുള്ള ആ ത്രിമൂർത്തികളെ ഇതുവരെ അവർ കണ്ടിട്ടില്ല. ഇതിനു മുമ്പ് അവർ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, അവരുടെ സ്ഥാനങ്ങളെയും അവർ കണ്ടിട്ടില്ല. പക്ഷേ അത് കണ്ടപ്പോൾ ത്രിമൂർത്തയസ്തേജ വിമോഹമാപുഹു അവർ വിമോഹത്തിൽ പെട്ടുപോയി, അവർ അന്തം വിട്ടുപോയി, അല്ലെങ്കിൽ അവർ വല്ലാതെ പകച്ചുപോയി. പ്രാപ്തോ വിമാനശ്ച സുധാസമുദ്രം. പിന്നീട് ആ വിമാനം എവിടേക്കാണ് എത്തിച്ചേർന്നത്? സുധാസമുദ്രത്തില്, അമൃതക്കടലിലേക്കാണ് ആ വിമാനം എത്തിച്ചേർന്നത്. അതായത് ആ വിമാനത്തിലിരിക്കുന്ന ത്രിമൂർത്തികൾക്ക് തങ്ങളിൽ നിന്ന് അന്യന്മാരായ ബ്രഹ്മാവിഷ്ണു രുദ്രന്മാർ എത്രയാണെന്നോ
തങ്ങളിൽ നിന്ന് അന്യങ്ങളായ സത്യലോക കൈലാസ വൈകുണ്ഠങ്ങൾ എത്രയാണെന്നോ ഒന്നും അറിയില്ലായിരുന്നു എന്ന് മാത്രമല്ല, തങ്ങൾ എവിടേക്കാണ് പോകുന്നത് എന്നും അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. അവരാകെ അന്തം വിട്ടുപോയി. അങ്ങനെ ആ വിമാനം എവിടേക്കാ എത്തിയത്? സുധാസമുദ്രത്തിൻ്റെ അടുത്തെത്തി, അമൃതസമുദ്രത്തിൻ്റെ അടുത്തെത്തി എന്ന് 4-ാമത്തെ ശ്ലോകത്തിലൂടെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. ഇനി 5-ാമത്തെ ശ്ലോകത്തിൻ്റെ പദച്ഛേദം നോക്കാം. ത്വദ്ഭ്രൂലതാലോലതരംഗമാല. ആദ്യത്തെ ലൈൻ ത്വദ്ഭ്രൂലതാലോലതരംഗമാലം ത്വദീയമന്ദസ്മിതചാരുഘേനം ത്വന്മഞ്ജുമഞ്ജീരമൃദുസ്വനാഢ്യം ത്വത്പാദയുഗ്മോപമസൗഖ്യദം ച. നോക്കൂ, എത്ര ഭംഗിയല്ലേ, നല്ല നല്ല പദങ്ങൾ. ത്വദ്ഭ്രൂലതാലോലതരംഗമാലം. അന്വയം നോക്കാം. ഈ 5-ാമത്തെ ശ്ലോകത്തിലെ ഓരോ ലൈനും പദച്ഛേദം ഛേദിക്കാൻ പറ്റില്ല. ത്വദ്ഭ്രൂലതാലോലതരംഗമാലം, അതങ്ങനെ തന്നെ പറയേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ അന്വയാർത്ഥം നോക്കാം. ത്വദ്ഭ്രൂലതാലോലതരംഗമാലം എന്ന് വെച്ചാൽ അവിടുത്തെ പുരികക്കൊടി പോലെ ഇളകിക്കൊണ്ടിരിക്കുന്ന തിരമാലകളോട് കൂടിയത്. അതാണ് ആ അമൃതസമുദ്രത്തിലുള്ള തിരമാലകൾ. ത്വദീയ മന്ദസ്മിതചാരുഘേനം, അവിടുത്തെ മന്ദസ്മിതം പോലെയുള്ള നുരപ്പതകളോട് കൂടിയത്. ത്വന്മഞ്ജു മഞ്ജീര മൃദുസ്വനാഢ്യം, അവിടുത്തെ പൊൻചിലമ്പിൻ്റേതുപോലെ മൃദുവായ ശബ്ദത്തോടു കൂടിയതും. ത്വത്പാദയുഗ്മോപമ സൗഖ്യദം ച, അവിടുത്തെ കാലിണ പോലെ സുഖപ്രദവുമായ സുധാസമുദ്രത്തെ വിമാനം പ്രാപിച്ചു എന്ന് ഇവിടെ 4-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. പ്രാപ്തോ വിമാനശ്ച സുധാസമുദ്രം, ആ 4-ാമത്തെ ശ്ലോകത്തിനോടുകൂടി അന്വയിച്ചിരിക്കുകയാണ് ഇവിടെ. ഈ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് പ്രവേശിക്കാം. ആ വിമാനം അമൃതസമുദ്രത്തിലാണല്ലോ, അതിനടുത്താണ് എത്തിയത്. ആ സമയം ആ അമൃതസമുദ്രം എങ്ങനെയായിരുന്നു എന്ന് വിശദീകരിക്കുന്നു. ഈ ശ്ലോകത്തിലെ മുഖ്യ വിഷയം തന്നെ അതാണ്. ആ അമൃതസമുദ്രത്തെ ഇവര് ഈ വിമാനം ആ അമൃതസമുദ്രത്തിൽ എത്തിയപ്പോൾ ആ അമൃതസമുദ്രത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് ഈ ശ്ലോകത്തിൽ വിവരിക്കുകയാണ്. അതാണ് ഇതിലെ മുഖ്യ വിഷയം. ആ അമൃതസമുദ്രത്തിലെ തിരമാലകൾ അവിടുത്തെ പുരികക്കൊടികൾ ചലിക്കുന്നത് പോലെ സദാ ചലിച്ചു കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇളകിക്കൊണ്ടിരിക്കുന്നു. ദേവിയുടെ പുരികക്കൊടികൾ സദാ ഇളകുന്നത് പോലെയാണ് ആ അമൃതസമുദ്രത്തിലെ തിരമാലകൾ എന്ന് പറയുന്നു. ഇനി അതിലെ നുരാപദ കുമിളകളൊക്കെ എങ്ങനെയാണ്? ദേവിയുടെ പുഞ്ചിരി, മന്ദസ്മിതം പോലെ അതിമനോഹരം. അവിടുത്തെ മന്ദസ്മിതം പോലെ അതിമനോഹരമാണ് ആ അമൃതസമുദ്രത്തിലെ നുരാപദ കുമിളകൾ. ഇവയൊക്കെ അവിടുത്തെ പൊൻചിലമ്പിൻ്റേതുപോലെയുള്ള ശബ്ദത്തോടു കൂടിയ അവിടുത്തെ ആ ത്വൽപാദ യുഗ്മോപമ സൗഖ്യത, കാലിണ പോലെ സുഖപ്രദവുമായ സമുദ്രം. അതായത് തിരകളെ അടിക്കുമ്പോൾ നേർത്ത ശബ്ദം ഉണ്ടാവും. അതെങ്ങനെയാണ്? ദേവിയുടെ പൊൻചിലമ്പിൻ്റെ ശബ്ദം പോലെ, അത്രയ്ക്ക് ശ്രേഷ്ഠതരമാണ്. അതായത് ആ ത്വൽപാദ യുഗ്മോപമ സൗഖ്യത, കാലിണ പോലെ സുഖപ്രദമായ സമുദ്രം പാദബന്ധന്മാർക്ക് സൗഖ്യത്തെ നൽകുന്നവയാണ്. സുധാസമുദ്രത്തിലേക്ക് എത്തിച്ചേർന്നു ആ വിമാനം, അല്ലേ? ആ സുധാസമുദ്രം എങ്ങനെയാണ് അപ്പോൾ ഉണ്ടായത്? ആ സുധാസമുദ്രത്തിൻ്റെ ആ അമൃതസമുദ്രത്തിനെ അതിൻ്റെ വിശേഷണങ്ങൾ പറയുകയാണ് ഈ ശ്ലോകത്തിലൂടെ. സുധാസമുദ്രത്തിലേക്കാണ് എത്തിച്ചേർന്നത്. ദേവിയുടെ കാലിനെയാണ് അമൃതസമുദ്രം.
ഭഗവതിയുടെ കാലണ അമൃത സമുദ്രമാണ്. അത് ജനങ്ങൾക്ക് സൗഖ്യത്തെ നൽകുന്നവയാണ്. എത്ര മനോഹരം! പാലേലി ശ്രീനാരായണൻ നമ്പൂതിരിയുടെ ഈ ഗ്രന്ഥത്തിൽ ഇത്രയും വളരെ മനോഹരമായിട്ട് ഭുവനേശ്വരി ദർശന ആ ത്രിമൂർത്തികൾ വിമാനത്തിലൊക്കെ കയറി സഞ്ചരിക്കുമ്പോൾ അവർ ആദ്യം സ്വർഗലോകം കണ്ടു, പിന്നീട് സത്യലോകം കണ്ടു, അതിനുശേഷം കൈലാസം, പിന്നെ വൈകുണ്ഠം. ഇതൊക്കെ കാണുകയും ചെയ്തു. ആ വിമാനം അമൃതസമുദ്രത്തിൻ്റെ അടുത്ത് എത്തുകയും ചെയ്തു. ആ സമയത്ത് ആ അമൃതസമുദ്രത്തിൻ്റെ ആ അവസ്ഥ എന്താണെന്ന് ഈ 5-ാമത്തെ ശ്ലോകത്തിൽ അതിമനോഹരമായിട്ട് വിവരിച്ചിട്ടുണ്ട്. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരേ കൃഷ്ണ.